Hi, question number 22. Yes. The moment of inertia of a solid disk rotating along its diameter is 2.5 times higher than the moment of inertia of a ring rotating in a similar way. Okay. That is a moment of inertia of the disk equal to 5 by 2 times moment of inertia of the ring rotating about its diameter. Okay. The moment of inertia of a solid sphere, okay, the disk ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി solid sphere which has same radius of the disk rotating in similar way is n times higher than the moment of inertia of the given ring. That is moment of inertia of the solid sphere that is equal to n times moment of inertia of the ring. പ്രൊവൈഡഡ് അവിടെ ഒരു ഇൻഫർമേഷൻ കൂടി തന്നിട്ടുണ്ട്. ദ റേഡിയസ് ഓഫ് ദ സ്ഫിയറും അതുപോലെ റേഡിയസ് ഓഫ് ദ ഡിസ്കും ഈക്വൽ ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റൻ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എഴുതാം. അപ്പോൾ മനസ്സിലാവും. സോളിഡ് സ്ഫിയർ അല്ലേ, സോളിഡ് സ്ഫിയർ ഡയമീറ്റർ. അപ്പം ഞാൻ അടുത്ത സ്ലൈഡിൽ കൊടുക്കാം. ഞാൻ ആദ്യം ഇവിടെ സോളിഡ് ഡിസ്ക് സോളിഡ് ഡിസ്ക് അല്ലേ പറഞ്ഞ്, സോളിഡ് ഡിസ്ക് ആദ്യത്തെ ഡിസ്ക് ആണ്. സോളിഡ് ഡിസ്ക് അതവിടെ നിൽക്കട്ടെ. പിന്നെ നമുക്കുള്ളത് റിംഗ് ആണ്, റിംഗ്. ദെൻ സോളിഡ് സ്ഫിയർ. ഓക്കെ, ഇനി നമുക്ക് 1 by 1 ആയിട്ട് എഴുതാം. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. RD stand for radius of the disk. Then അത് 2.5 times അതവിടെ നിൽക്കട്ടെ. അപ്പം മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ. That is mr square, moment of inertia of the ring. Then finally moment of inertia of the solid sphere അത് എത്രയാണ്? അത് 2/5 mr square ആണ്. ആ ആറിനെ നമുക്ക് ആർ ഡി തന്നെ എഴുതാം, കാരണം ഡിസ്കിൻ്റെതും സ്ഫിയറിൻ്റെ റേഡിയസ് സെയിം ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞ റിലേഷനിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നത് ഐ ഡി എന്ന് പറഞ്ഞത് 2.5 ടൈംസ് ഐ ആർ ആണ് എന്നാണ് ആദ്യത്തെ പോയിന്റ് അല്ലേ. ഫസ്റ്റ് സെൻറ്റൻസ് നോക്കും. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സോളിഡ് ഡിസ്ക് റൊട്ടേറ്റിംഗ് അലോങ് ഇറ്റ്സ് ഡയമീറ്റർ ഈസ് 2.5 ടൈംസ് ഹയർ ദാൻ ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ് റൊട്ടേറ്റിംഗ് ഇൻ ദ സിമിലർ വേ. Therefore what I can write, ഇത് ഫിൽ ചെയ്യാം. Therefore എം ആർ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/2 എം ആർ ആർ സ്ക്വയർ. യെസ്, കട്ട് ചെയ്യാം. എം കട്ട്. ബാക്കി നമുക്ക് ഇത് റിങ്ങിൻ്റെ എബൌട്ട് ഡയമീറ്റർ അല്ലേ, അപ്പോൾ ഇവിടെ എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 കേട്ടോ. റിങ്ങിൻ്റെത് എബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ, അപ്പോൾ എം ആർ സ്ക്വയർ ബൈ 2. ഐ എം സോറി, എം ആർ സ്ക്വയർ ബൈ 2. എം ആർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. യെസ്, എം കട്ട്, 4 കട്ട്. Therefore what you will get RD square divided by RR square equal to 5. അവിടെ കട്ടെ. ഇനി ഇവിടുത്തെ n ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇവിടെ നമുക്ക് തന്ന ഇൻഫർമേഷൻ ഇതാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സ്ഫിയർ ഇസ് ഈക്വൽ ടു n ടൈംസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ റിംഗ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ 2/5 എം ആർ ഡി സ്ക്വയർ ഈക്വൽ ടു n ഇൻറ്റു മൊമെന്റ് ഓഫ് ഇനേഷ്യ എം ആർ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. എഗെയിൻ കട്ട് ചെയ്യുക. ആരൊക്കെ കട്ട് ചെയ്യാനുള്ളത്? എം എ കട്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, യെസ്. നമുക്ക് ഈ കിട്ടിയ ഇൻഫർമേഷൻ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. യെസ്, നമുക്ക് അവസാന ക്വസ്റ്റ്യൻ എൻ ആണല്ലേ, എന്നിൻ്റെ വാല്യൂ. ദർഫോർ എൻ ഈസ് ഈക്വൽ ടു ഇനിയൊക്കെ സെറ്റായി. എൻ ഈസ് ഈക്വൽ ആ 2നെ പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ 4 ഡിവൈഡഡ് ബൈ 5. ആർ ഡി സ്ക്വയർ ഓൾറെഡി ഇവിടെ ഉണ്ട്, ഡിവൈഡഡ് ബൈ ആർ ആർ സ്ക്വയർ ആയി. That is equal to 4/5 into RD square by RR square എത്ര? 5. Therefore you will get 4 as the right answer. 4 is the right answer. നോക്കടാ, n is equal to, you will get 4. Isn't it? Yes, it is 4.